നമ്മൾ വന്നതിന് ശേഷം തന്നെ 5-6 പ്രാവശ്യം ഇവർ ഇങ്ങനെ പോയിട്ടുണ്ട്. ഈ സീസൺ തൊട്ട് ഇവിടെ ഓപ്പൺ ആക്കും. അടിപൊളിയാണ് കേട്ടോ. അപ്പോഴത്തേക്കും എല്ലാവരും ഇങ്ങോട്ട് വരണം. ഇവിടെ വന്നു കഴിഞ്ഞാൽ ഒരു ഒതുങ്ങിയ ഒരു സ്ഥലമാണ്, മറ്റു ശല്യങ്ങളൊന്നുമില്ല. എന്തായാലും കുഴപ്പമില്ല. ഓടി ഇപ്പുറത്ത് പോവുകയാണ്. ഇപ്പുറത്ത് പോകും. ഇതാണ് താഴെ പോകുന്ന പറയുന്ന സാധനം. നല്ല മണമുള്ളതാണ്. ഹായ് എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും നാച്ചുറൽ ആൻഡ് ട്രാവൽ ലവേഴ്സ് ബ്ലോഗ് നാലോ ട്രാവലയുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം. ഞാനും ഉണ്ണി ഇന്ന് നിൽക്കുന്നത് ആലിയിറക്കം ബീച്ചിലാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ആലിയിറക്കം ബീച്ചിലെ കാഴ്ചകളാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക. അപ്പോൾ നമുക്ക് നേരെ കാഴ്ചകളിലേക്ക് പോവാം. വർക്കല വന്നതിന് ശേഷമാണ് ആലിയിറക്കം ബീച്ചിലേക്ക് വരേണ്ടത്. നമ്മുടെ കല്ലറ നിന്നും ഏകദേശം ഒരു 35 കിലോമീറ്ററോളം ദൂരമുണ്ട്. പോകുന്ന വഴിയിലുള്ള വർക്കല ടൗണിൻ്റെ കാഴ്ചകൾ കൂടി കണ്ടുകൊണ്ട് നമുക്ക് ആലിയിറക്കത്തേക്ക് പോവാം. ഇതൊരു റെയിൽവേ ക്രോസിംഗ് ആണ്. ഒരു ടൂറിസ്റ്റ് പ്ലേസ് ആയതുകൊണ്ട് തന്നെ അതിവേഗം വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു മുനിസിപ്പാലിറ്റിയാണ് വർക്കല മുനിസിപ്പാലിറ്റി. ഒരുപാട് കച്ചവടക്കാരൊക്കെ ഇവിടെയുണ്ട്. വൺ ഡേ ട്രിപ്പ് പ്ലാൻ ചെയ്യുന്ന ഫാമിലിക്കൊക്കെ ബെസ്റ്റ് ഓപ്ഷനാണ് വർക്കല. കാരണം വർക്കല വന്നു കഴിഞ്ഞാൽ ഈ പറഞ്ഞതുപോലെ ആലിയിറക്കത്തും അതുപോലെ ഇടവ, കാപ്പിൽ പോലെയുള്ള മനോഹര തീരങ്ങളിലേക്കൊക്കെ പോവാം. അതുപോലെ തന്നെ ജനാർദ്ദന സ്വാമി ക്ഷേത്രം സന്ദർശിക്കുന്നവർക്ക് അവിടെയും കയറാം. പ്രധാന വിനോദസഞ്ചാര കേന്ദ്രമായ വർക്കലയ്ക്ക് ഏകദേശം 2000 വർഷത്തിലേറെ പഴക്കമുള്ള ചരിത്രമുണ്ട്. നാരദ മഹർഷി തന്റെ വൽക്കലം, അതായത് വസ്ത്രം വലിച്ചെറിഞ്ഞ സ്ഥലമാണ് പിന്നീട് വൽക്കലം എന്ന് പറഞ്ഞ് വർക്കലയായി മാറിയതെന്നൊക്കെ ഒരു ഐതിഹ്യമുണ്ട്. ഇവിടെ നമ്മൾ നേരെ പോകുന്നത് കിളിത്തട്ട് ജംഗ്ഷനിലാണ്, അതായത് പാപനാശം പോകുന്ന വഴിക്ക്. അവിടെ നിന്ന് ഇടതേക്ക് തിരിയുമ്പോഴത്തേക്കും ഒരു അമ്മൻ കോവിലുണ്ട്. അതാണ് ഈ അമ്മൻ കോവിൽ. ഇവിടെ നിന്ന് ഈ കിടക്കുന്ന റോഡിൽ പോയി കഴിഞ്ഞാൽ ആലിയിറക്കം ബീച്ചിൽ പോവാം. അടിപൊളി, നല്ലൊരു വൈബുള്ളൊരു സ്ഥലം അല്ലേ. നല്ലൊരു ജംഗ്ഷൻ, അടിപൊളി ഒരു ക്ഷേത്രം, അതുപോലെ പടർന്ന് പന്തലിച്ച് നിൽക്കുന്ന ഒരു ആൽവൃക്ഷവും. എന്തായാലും ഒരുപാട് സമയം നിൽക്കാൻ തോന്നും കേട്ടാ ഇവിടെ വന്നു കഴിഞ്ഞാൽ. അത്രയ്ക്ക് നല്ലൊരു സ്ഥലം. മനോഹരമായ ആലിയിറക്കം തീരത്ത് നമ്മൾ എത്തിയിട്ടുണ്ട്. അടിപൊളിയാണ്, കണ്ടില്ലേ. വാവ്, വൈബുള്ളൊരു സ്ഥലം കേട്ടോ. വണ്ടിയൊക്കെ അങ്ങ് താഴെ ഇറങ്ങിപ്പോവും. അടിപൊളി ബീച്ചാണ്. പക്ഷേ ഇപ്പം മഴയുടെ ടൈം ആയതുകൊണ്ട് ബീച്ച് ഒന്ന് കലങ്ങി കിടക്കുകയാണ്. എന്തായാലും അടിപൊളി. ഇത് കുറേ പേരൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. കടയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അടിപൊളി, കൊള്ളാം. പാരച്യൂട്ടിൽ പോകുന്നുണ്ടോ, പാരാഗ്ലൈഡിംഗ് ഒക്കെ ഉണ്ട് ഇവിടെ. വന്നിറങ്ങിയോണ്ടേ അതാണ് കണ്ടത്. അപ്പൊ ഈ ഏരിയ പാരാഗ്ലൈഡിങ്ങിന്റെ ഏരിയ ആണ് കേട്ടോ. ഉണ്ണി ഹെൽമെറ്റ് ഒക്കെ ഊരി ഫോട്ടോയ്ക്ക് പോസ് ചെയ്യാൻ തയ്യാറെടുക്കുകയാണ്. ആ വരുന്ന പാരാഗ്ലൈഡിങ് ഈ മണൽപ്പുറത്ത് ലാൻഡ് ചെയ്തിട്ട് വരുന്ന ഷോട്ട് നമുക്ക് എടുക്കാം. ഈ ഒരു വ്യൂവിൽ അത് വരുന്നതാണ് നല്ല ഭംഗിയുണ്ട്. ഈ പച്ചപ്പിനും കടലിനും ഇടയിലൂടെ ഈ മണൽത്തരികളിലൂടെ ഇങ്ങനെ വന്ന് നിൽക്കുന്നതാണ് നല്ല ഭംഗിയില്ലേ. ഇതിൻ്റെ ഈ വിങ്സ് ഘടിപ്പിച്ചിരിക്കുന്ന ഓരോരോ കട്ടിയുള്ള ഈ വള്ളികൾക്ക് ഓരോരോ പേരുകളുണ്ട് കേട്ടോ. ബ്രേക്ക് ലൈൻ എന്നും, സി ലൈൻ എന്നും, ബി ലൈൻ എന്നും, എ ലൈൻ എന്നും ഒക്കെ ഉള്ള പേരുകളുണ്ട്. അതേപോലെ തന്നെ ഇതിൻ്റെ ബ്രേക്കൊക്കെ കൺട്രോൾ ചെയ്യുന്നത് കൈ വെച്ചിട്ടാണ്. സ്പീഡ് ബാറുണ്ട്, അതാണ് ഏറ്റവും താഴെ കാണുന്നത്, ചവിട്ടിയിരിക്കുന്ന ഭാഗത്ത്. അവിടെ വെച്ചിട്ട് ആണ് അവർ സ്പീഡൊക്കെ കൺട്രോൾ ചെയ്യുന്നത്. കുറേ സംഭവങ്ങളുണ്ട്. ഇതിനെക്കുറിച്ച് കുറേ കാര്യങ്ങളൊക്കെ ഞാൻ ഇവരുടെ അടുത്ത് ചോദിച്ചപ്പോഴത്തേക്ക് നമുക്ക് പറഞ്ഞു തന്നു. ഈ നിൽക്കുന്ന എല്ലാവരെയും ഇതിൽ പറപ്പിക്കേണ്ടതായിട്ടുണ്ട് അവർക്ക്. അപ്പോൾ അതുകൊണ്ട് ഒരുപാട് കാര്യങ്ങളൊന്നും അവരുടെ അടുത്ത് ചോദിക്കാൻ പറ്റിയില്ല. എന്തായാലും അവരുടെ ജോലി നമ്മൾ തടസ്സപ്പെടുത്താൻ പാടില്ലല്ലോ. അപ്പോൾ ഇത് 5 മിനിറ്റ് മാക്സിമം പോയാൽ ഒരു 7-8 മിനിറ്റ് വരെയൊക്കെ പോകും. അത്ര പറക്കുന്നതിന് 4500 രൂപയെന്നാണ് പറഞ്ഞത്. അപ്പോൾ ഇതിൻ്റെ എൻജിനൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നത് കൈ കൊണ്ട് വലിച്ചിട്ടാണ്. നമ്മൾ ജനറേറ്റർ സ്റ്റാർട്ട് ചെയ്യുന്ന രീതിയില്ലേ, ആ രീതിയിലാണ് ഇത് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇവരെല്ലാം നോർത്ത് ഇന്ത്യൻസ് ആണ്. ഒരു ലേഡി ഫ്ലൈ ചെയ്യാൻ വേണ്ടി കയറിയിട്ടുണ്ട്. കണ്ട, ഒരു ടാറ്റയൊക്കെ പറഞ്ഞ് പോവുകയാണ്. പോകുന്ന പോക്ക് കണ്ട, കൊള്ളാല്ലേ. നേരെ കടലിലോട്ടാണ് പോകുന്നത്. അവിടെ നിന്ന് കറങ്ങി റൗണ്ട് ചെയ്ത് വീണ്ടും നമ്മൾ നേരത്തെ കണ്ടില്ലേ ആ സ്ഥലത്ത് ലാൻഡ് ചെയ്യും. അപ്പോഴത് കറങ്ങി വന്നിട്ട് ഈ ലാൻഡ് ചെയ്യുന്നതാണ് നമ്മൾ ഈ കാണുന്നത്. കണ്ടില്ലേ, അവിടെ കൊണ്ട് നിർത്തി. ഇനി അടുത്ത ആൾ പറക്കുന്നത് നമുക്ക് കാണാം. നമ്മളിവിടെ വന്ന സമയത്ത് നിന്നും ഇപ്പോഴും കാർമേഘങ്ങളൊക്കെ മാറി
നല്ല നീലാകാശമായിട്ടുണ്ട്. ഇപ്പോഴും കാഴ്ചയ്ക്ക് അതിൻ്റെതായ ഭംഗിയുണ്ട്. കണ്ടില്ലേ, നല്ല രസമല്ലേ കാണാൻ. അപ്പോഴിന്നത്തെ ഉച്ചവരെയുള്ള പറപ്പിക്കലൊക്കെ കഴിഞ്ഞിട്ട് ഇവിടെ ഈ മിഷി ഇവിടെ കൊണ്ട് ലാൻഡ് ചെയ്തേ. അപ്പോൾ ഇവരിവിടെ കൊണ്ട് ലാൻഡ് ചെയ്തുകൊണ്ട് നമുക്ക് ഇത്രയും അടുത്ത് കാണാൻ പറ്റി. സാധാരണ ഈ മോട്ടോർ ഉപയോഗിച്ച് ഇല്ലാതെയും പാരാഗ്ലൈഡിങ്ങിനുണ്ട്. അപ്പോൾ ഇതിനെ മോട്ടോർ ഉപയോഗിച്ച് ഉള്ളതിനെ പവേഡ് പാരാഗ്ലൈഡിങ് അല്ലെങ്കിൽ പാരാ മോട്ടറിങ് എന്നൊക്കെ പറയും. PPG എന്നവർ ചുരുക്കി പറയും കേട്ടോ. പ്രൊപ്പൽസീവ് ബാക്ക് പൈപ്പ് യൂണിറ്റ്, ഒരു എഞ്ചിനും ഒരു പാരാഗ്ലൈഡർ വിങ്ങും സംയോജിപ്പിച്ച് ഒരു പ്രത്യേക ഫ്രെയിം വർക്കും സ്ട്രാപ്പോഡ് ഉപയോഗിച്ചാണ് ഇവരിത് പറപ്പിക്കുന്നത്. ഇതൊക്കെ ഇന്ധനവായു മിശ്രിതത്തെയും എഞ്ചിൻ ജ്വലനത്തെയും ഒക്കെ നിയന്ത്രിക്കുന്ന ഭാഗങ്ങളാണ്. കാർബറേറ്റർ ആൻഡ് സ്പാർക്ക് പ്ലഗുകളൊക്കെ ഉണ്ട്. ഇതിൻ്റെ എഞ്ചിനൊക്കെ നിർമ്മിച്ചിരിക്കുന്നത് ടൈറ്റാനിയം അല്ലെങ്കിൽ അലൂമിനിയം അല്ലെങ്കിൽ സ്റ്റെയിൻലെസ് സ്റ്റീൽ ഇവ ഉപയോഗിച്ചിട്ടാണ് കേട്ടോ. അതുപോലെ തന്നെ ഇതിന് 4 ലീഫുകളുണ്ട്. കണ്ടോ, ഇതിൻ്റെ ഫാനിന് 4 ലീഫുകളുണ്ട്. സാധാരണയായിട്ട് ഈ പ്രൊപ്പല്ലറിന് കാർബൺ ഫൈബർ അല്ലെങ്കിൽ മരം കൊണ്ട് നിർമ്മിച്ച 2-3 ബ്ലേഡ് കോൺഫിഗറേഷനാണ് വരുന്നത്. ഇതിലിപ്പോൾ 4 എണ്ണം ഉണ്ട്. അതുപോലെ ഇതിൻ്റെ വിങ്സൊക്കെ നിർമ്മിച്ചിരിക്കുന്നത് പോളിസ്റ്റർ കൊണ്ടാണ്. അതാകുമ്പോഴത്തേക്ക് നല്ല ഉയർന്ന ദൃഢതയും അതേപോലെ ഭാരമൊക്കെ കുറവായിരിക്കും. ഇനി നമുക്ക് കൈത ഗുഹ എന്ന് കണ്ടാൽ എന്ത്, ഇതിനകത്തോട്ട് കയറി നോക്കട്ടെ എന്തൊക്കെയുണ്ടെന്ന്. അടിപൊളി. കൈത വയ്ക്കുന്നുണ്ടോ? കൈത, അയ്യോ, ഇതിന്റെ വേരിലാണ് ഇങ്ങനെ പൊടിച്ചു വന്നിരിക്കുന്നത് കേട്ടോ. ഇങ്ങനെ പൊടിച്ചു വന്നിട്ട് പിന്നെ ഇങ്ങനെ മുകളിലോട്ട്. ശരിക്കും ഇതൊരു ഗുഹ പോലെ തന്നെ കേട്ടോ. ഇതിന്റെ കാ ഇവിടെയൊക്കെ പഴുത്ത് കിടക്കുന്നുണ്ടോ? കണ്ടോ, ഇതാ ഒരു കാ പഴുത്തിരിക്കുന്നു. കണ്ടോ, കണ്ടായിരിക്കുന്നത്. ഇതൊക്കെ പച്ചക്ക പഴുത്തതുണ്ട്, ധാരാളമുണ്ട്. ഇവിടെ ഒരു ചെറിയ കാ നിൽക്കുന്നു. കണ്ടോ, ഇതൊരു ചെറിയ കായാണ്. സാധാരണ കൈത 12 വർഷത്തിലൊരിക്കലാണ് പൂക്കുന്നത്. അതിനെയാണ് നമ്മൾ താഴാമ്പൂ എന്ന് പറയുന്നത്. നമ്മളവിടെയൊക്കെ ഈ തോടിൻ്റെയും അതേപോലെ തന്നെ നദിയുടെയൊക്കെ അരികിലുള്ള കൈതയല്ല ഇത്. ഇത് വേറെ ഒരു ടൈപ്പ് കൈതയാണ്. കൈത ഇനത്തിൽപ്പെട്ടത് തന്നെ. ഇതിനെ ഇനി വേറെന്തെങ്കിലും പേര് പറയുമോ എന്നറിയത്തില്ല. എന്തായാലും കാഴ്ചയിൽ കൈത പോലെ തന്നെയാണ്. പക്ഷെ ഇതിൻ്റെ കായ്ക്കും വ്യത്യാസമുണ്ട് കേട്ടോ. ഇതിനെന്തെങ്കിലും വിഷാംശം ഉണ്ടോ ഇല്ലയെന്ന് അറിയത്തില്ല. ഉണ്ണി ഒരെണ്ണം എന്തായാലും ഓടിച്ചെടുക്കുകയാണ്. കണ്ടോ, ഇവിടെയൊക്കെ ധാരാളം വീണ് കിടപ്പുണ്ട്. എനിക്ക് തോന്നുന്നു ഇത് കഴിക്കാൻ കൊള്ളത്തില്ലായിരിക്കും. അല്ലെ പിന്നെ ഏതെങ്കിലും പക്ഷികളൊക്കെ ഇത് കഴിക്കുമായിരുന്നല്ലോ. കഴിക്കാൻ കൊള്ളത്തില്ല. ഗുഹ കണ്ട. ഇനി നമുക്ക് ഇവിടെ നിന്ന് വർക്കല ബീച്ചിലോട്ട് പോകുന്ന ആ ഒരു ഏരിയയിലോട്ടൊന്ന് നടന്നു നോക്കാം. പാരാഗ്ലൈഡിങ് പോകാണ്ട, ഇതിന്റെ ശബ്ദം കേട്ടാ പേടിച്ചു പോകും. അടിപൊളി സ്ഥലം കേട്ടാ, നല്ല പച്ചപ്പ്. നമ്മൾ ഇതുവഴി നടന്നു പോയി കഴിഞ്ഞാൽ പാപനാശത്തെത്തും കേട്ടാ. ഇത് പാപനാശം ബീച്ചിൻ്റെ സൗത്ത് ക്ലിഫിൻ്റെ അടുത്തായിട്ടാണ് വരുന്നത് ഈ ആലിയിറക്കം ബീച്ച്. അതുപോലെ തന്നെ ഇവിടെ വേറൊരു പ്രത്യേകതയുണ്ട്. ഇവിടെ അറബിക്കടലിനോട് ചേർന്ന് ചെങ്കൽ മലനിരകളുള്ളത് ഇവിടെ മാത്രമേ ഉള്ളൂ കേരളത്തിൽ. ജിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ ഇത് പഠന കേന്ദ്രമായിട്ടൊക്കെ പ്രഖ്യാപിച്ചിട്ടുണ്ട്. അവിടെ താഴാമ്പൂവുണ്ടേ, അപ്പോൾ അതും കൂടെ കാണിച്ചു തരാം. താഴാമ്പൂ, ഇതാണ് താഴാമ്പൂ എന്ന് പറയുന്ന സാധനം. നല്ല മണമുള്ളതാണ്. ഇത് 12 വർഷത്തിലൊരിക്കൽ പൂക്കത്തുള്ളൂ. അത് അങ്ങോട്ടൊക്കെ ഉണ്ട്, അത് കാണിച്ചു തരാം. കണ്ടോ, താഴമ്പൂ മണമുള്ള തണുപ്പുള്ള രാത്രിയിൽ തനിച്ചിരുന്നുറങ്ങുന്ന ചെറുപ്പക്കാരി. പാട്ട് കേട്ടിട്ടില്ലേ? അയ്യോ അയ്യോ. അപ്പൊ അതാണ് ഈ സാധനം താഴമ്പൂ. കണ്ട, ഇതിനകത്ത് ഇവിടെ ഒന്ന് കയറി നോക്കാം. ഇവിടെ ഇനി കയറിയില്ലാന്ന് വേണ്ട. കണ്ടോ, അയ്യോ, ഇവിടെ വിശ്വസിച്ച് കയറാൻ പറ്റില്ല. അല്ലെങ്കിൽ പെരുമ്പാമ്പൊക്കെ കാണും, പറയാൻ പറ്റില്ലേ. കണ്ടോ, കൈതേര മൂട് കണ്ടോ. ഇത് ഇങ്ങനെ വളർന്ന് ഗുഹ കണക്ക് ഇങ്ങനെ കിടക്കുകയാണ്. കണ്ടില്ലേ, ഇവിടെ ഇഷ്ടംപോലെ വേസ്റ്റ് ഒക്കെ ഉണ്ട് കേട്ടാ. കണ്ട,
ഇതാണ് നമ്മൾ പുറത്ത് നോക്കുമ്പോഴത്തേക്ക് ഇതിൻ്റെ ഇല മാത്രമേ കാണാൻ പറ്റുള്ളൂ. ഇടയ്ക്കിടയ്ക്ക് ഇതേപോലെ ഗ്യാപ്പുണ്ട്. ഇവിടെയൊക്കെ വന്നു നിന്നാൽ ആർക്കും ഒന്നും അറിയാൻ പറ്റൂല. കണ്ടില്ലേ? അയ്യോ, ഇംഗ്ലീഷ് പടത്തിൻ്റെയൊക്കെ സെറ്റ് ഇട്ട പോലെ തോന്നുന്നു. നോക്കിയാണ്. അയ്യോ, ഇവിടെയൊക്കെ ആരൊക്കെ ഉണ്ട്. നമ്മളവരെ ശല്യം ചെയ്യുന്നില്ല, നമ്മൾ പോകുന്നു. ഇപ്പോഴും ഞാനും ഉണ്ണിയും കൂടി കുറേ ദൂരമൊക്കെ നടന്നു കേട്ടോ. ഭയങ്കര വെയിൽ, പ്രത്യേകിച്ച് കാഴ്ചകളൊന്നുമില്ല. നമ്മൾ കുറേ ദൂരമൊക്കെ നടന്ന് മടുത്ത്. ഭയങ്കര വെയിൽ. ഇനിയിപ്പോൾ തിരിച്ചു പോയിട്ട് അതിൻ്റെ മേളിലോട്ടൊന്ന് പോവാം. അതിൻ്റെ മേളിലൊക്കെ എന്താണ് കാഴ്ചയെന്ന് നമുക്ക് പോയി കാണാം. അവിടെ നിന്നുള്ള വ്യൂ നമുക്ക് ആസ്വദിക്കാം. പാപനാശം ബീച്ചിനെ അപേക്ഷിച്ച് ഇവിടെ സന്ദർശകരുടെ തിരക്കും ബഹളമൊക്കെ വളരെ കുറവാണ്. പ്രകൃതി ഭംഗി ആസ്വദിച്ച് ഏകാന്തമായിട്ട് ചിലവഴിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ഇതൊരു ഹിഡൻ ജെം ആണ്. ഈ ഭാഗത്ത് കടലിന് നല്ല തെളിഞ്ഞ വെള്ളവും അതുപോലെ തന്നെ നല്ല വെള്ളാരം മണലുകളുമാണ്. സൺബാത്തിനും ഈവനിങ് വാക്കിനും ഒക്കെ പറ്റിയ സ്ഥലമാണ്. ഈ ക്ലിഫിൻ്റെ മുകളിൽ ഒരുപാട് ഹോം സ്റ്റേ റിസോർട്ടുകളൊക്കെ ഉണ്ട് കേട്ടോ. ഏകദേശം അത് ഇഞ്ഞ് അറ്റത്താണ് വന്ന് നിൽക്കുന്നത്. നമ്മൾ ആദ്യം വന്നിറങ്ങിയില്ലേ, അവിടെ നിന്ന് ലെഫ്റ്റ് സൈഡിലോട്ട് പോയി കഴിഞ്ഞാൽ അവിടെ നല്ല കാഴ്ചകളുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ നമുക്കൊന്ന് അങ്ങോട്ടും കൂടെ നടന്നിട്ട് വരാം, എന്നിട്ട് ക്ലിഫിലോട്ട് പോവാം. അടിപൊളി ഫ്രെയിം കേട്ടാ, നല്ല സൂപ്പർ. ഇവിടെ നിന്ന് ഈ ആലിയിറക്കത്ത് വന്നിറങ്ങിയിട്ട് ഇവിടെ നിന്ന് ലെഫ്റ്റ് സൈഡിലോട്ട് നമ്മൾ പോവുകയാണ്. അപ്പോൾ അവിടെ കുറേ ഫിഷിംഗ് ബോട്ടുകളൊക്കെ കിടക്കുന്നു കേട്ടോ. അപ്പോൾ അങ്ങോട്ടൊക്കെ പോയി കണ്ടിട്ട് വരാം. അവരൊരു ചേട്ടൻ പറഞ്ഞത് ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഇവിടെ കുറച്ചുകൂടെ ഭംഗിയുണ്ട് കാണാൻ എന്നാണ് പറഞ്ഞത്. അപ്പോൾ എന്തായാലും നോക്കട്ടെ, അങ്ങോട്ടേ പോയി നോക്കാം. അവിടെ ബീച്ച് കഫേയൊക്കെ ഉണ്ട് കേട്ടോ അവിടെ. ഇവിടെ കുറച്ച് ഇങ്ങനെ വെള്ളം കയറി വരുന്നുണ്ട് കേട്ടോ. അപ്പം അത് തിര വന്നിട്ട് പോണത് നോക്കി ഓടി ഇറങ്ങണം, ഇല്ലെങ്കിൽ വെള്ളം കയറും. വെള്ളം കയറി വന്നു ഓടി തള്ളിയ. ഇവിടെ പണിയാണ് കേട്ടാ. എടേ അയ്യോ, ഇവിടെ പണിയാണ്. ഞാൻ ഓടി തള്ളി. അയ്യോ, ഇതാണ് ഇവിടുത്തെ കാഴ്ച കണ്ടാ. വെള്ളം കയറി പോകുന്നുണ്ടോ? ഇതേതാ തോടാൻ കണ്ട ഇവിടെ വന്നിങ്ങനെ ഇതുമായിട്ട് ചേരുന്ന സ്ഥലമാണ് കേട്ടോ. അതാണ് ഇങ്ങനെ ഒഴി പോലെ കിടക്കുന്നത്. ഇവിടെ നല്ല തിരയുണ്ട്. അപ്പോൾ അപ്പുറത്തോട്ട് ക്രോസ് ചെയ്ത് പോകണമെങ്കിൽ ഷൂ ഒക്കെ അഴിച്ച് വെച്ചാലേ പറ്റുള്ളൂ കേട്ടോ. കണ്ടോ, നല്ല ഭംഗിയുള്ള സ്ഥലം തന്നെ. ഇനി തിരമാല വരുന്നുണ്ടോ? ഈ തിരമാല നോക്കി വേണം അപ്പുറത്ത് കിടക്കേണ്ടത്. ഇപ്പൊ എന്തായാലും കുഴപ്പമില്ല, ഓടി അപ്പുറത്ത് പോവുകയാണ്. ഓടി ഇപ്പുറത്ത്. അയ്യോ, തിരമാല നോക്കിയേ വരാൻ പറ്റുള്ളൂ. ഇനിയിപ്പോ അല്ലേ അടുത്ത തിരമാല വന്ന് കയറും. കണ്ട വരുന്നുണ്ടോ? ഇതാണ് ഉണ്ണി വരുന്നുണ്ട. അപ്പോഴ് നമ്മള് ആ ചെറിയ തോട് ചാടിക്കടന്ന് ഇപ്പുറത്ത് വന്നത് ഈ ബീച്ചിന്റെ പേര് ചിലക്കൂർ എന്നാണ് കേട്ടോ. അപ്പം ആലിയിറക്കം ബീച്ച് അതാണ് നമ്മൾ നേരത്തെ നിന്നത്. ഇത് ചിലക്കൂർ ബീച്ച് എന്നാണ് അറിയപ്പെടുന്നത്. പിന്നെ അപ്പുറത്ത് പാവനാശം ബീച്ച്, അത് കഴിയുമ്പോഴത്തേക്കും ഓടയം ബീച്ച്, അങ്ങനെ അങ്ങനെ ഓരോരോ പേരുകളുണ്ട് കേട്ടോ. എല്ലാം അടുത്തടുത്ത സ്ഥലങ്ങൾ തന്നെ. നമ്മൾ തന്നെ ഇത് ക്രോസ് ചെയ്ത് ഇപ്പുറത്ത് വന്നപ്പോഴത്തേക്കും ഇവിടുത്തെ പേര് മാറി ചിലക്കൂർ എന്നായി. അവിടെ ഒരു മാവൻ നിന്ന് അദ്ദേഹത്തിന്റെ അടുത്ത് ചോദിച്ചപ്പോഴത്തേക്ക് അദ്ദേഹമാണ് പറഞ്ഞു തന്നത്. കണ്ടോ, ഇവിടെ റെസ്റ്റോറന്റ് ഒക്കെ ഉണ്ട്. കോറൽ സീ വ്യൂ റെസ്റ്റോറന്റ് കേട്ടോ. അതിന്റെ ഒരു ചെറിയ ബോർഡ് ഇവിടെ വെച്ചിട്ടുണ്ട്, അത് കാണിച്ചു തരാം. അപ്പൊ ഇങ്ങോട്ട് വരുന്നവര് ഈ നമ്പറിൽ വിളിച്ചിട്ടേ ബുക്ക് ചെയ്തിട്ട് വന്നാലും മതി. അപ്പൊ അതിനായിരിക്കും അവർ നമ്പർ കൊടുത്തിരിക്കുന്നത്. നല്ല സീ ഫുഡ് കിട്ടും, അതേപോലെ ഹോം സ്റ്റേ ഒക്കെ ഇവിടെ അവൈലബിൾ ആണ്. കണ്ടോ, കൊള്ളാം. അധികം തിരക്കൊന്നുമില്ല. പിന്നെ സീസൺ ആകുമ്പോഴത്തേക്ക് ഈ സ്ഥലങ്ങളൊക്കെ അവർ നല്ല വൃത്തിയാക്കി ഇടുമായിരിക്കും എന്ന് പ്രതീക്ഷിക്കുന്നു. ഇപ്പം ഒരല്പം വൃത്തികേടായിട്ടാണ് കിടക്കുന്നത്. കണ്ട, പ്ലാസ്റ്റിക്. പ്രത്യേകിച്ച് നമ്മളെ നാട്ടുകാരുടെ അടുത്ത് പറഞ്ഞിട്ട് കാര്യമില്ല. കണ്ടോ, പ്ലാസ്റ്റിക് വെറുതെ കൊണ്ടുവച്ച് തള്ളുകയാണ്. ഇത് മൊത്തം പ്ലാസ്റ്റിക്കാണ്. ഇവിടെ ഫിഷിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട്. കണ്ടോ, കുറച്ചു പേര് അവിടെ വന്ന് വലയൊക്കെ നെയ്യുന്നുണ്ട്. കണ്ട, കൊള്ളാല്ലേ? കണ്ടോ, ഇവിടെ ഒരുപാട് പേര് നിന്ന്
വല നെയ്യുന്നുണ്ട്. കിട്ടൂല, സാധനം മാത്രമേ ഇവിടെ കാണൂ കേട്ടാ. ഓ ആണോ? എന്തായാലും പല നിറത്തിലുള്ള വല. വൃത്തിയായിട്ട് എടുക്കണേ. ഓ എടുത്തോളാം. സംശയം ഉണ്ട്, ഞാൻ കൂടെ ചോദിക്കണേ. ആ ചോദിക്കാം. പറഞ്ഞു കൊടുത്തിട്ട് നമ്മള് കല്ലറ, തിരുവനന്തപുരം കല്ലറ. ചോറ് കഴിച്ച് ഭക്ഷണം കഴിക്കാൻ പോകുന്നല്ലേ? അല്ല, നമ്മള് തിരുവനന്തപുരം കല്ലറ പാങ്ങോടെന്ന് കേട്ടിട്ടില്ലേ? അവിടെ ബോർഡറാണ്, കൊല്ലം ജില്ലയുടെ ബോർഡർ. ആ കല്ലുവാതുക്കല് അവിടെ തന്നെ. ഇതിപ്പോ എന്തിന്റെ വലയാണ്? ഓ ഇത് നെത്തോലി വലയാണ് അല്ലേ? ഇല്ല നമ്മൾ അതിനകത്തോട്ട് കയറുന്നില്ല. നല്ല ഭംഗിയുണ്ട് കാണാൻ, നല്ല കളർ. നമ്മൾ കഴിച്ച് വല നെയ്യുന്നൊരു കാഴ്ച കണ്ടുകൊണ്ട് നമ്മൾ ഇങ്ങോട്ട് കയറിയതാണ്. നല്ല ആൾക്കാർ നമ്മളടുത്ത് വളരെ സൗമ്യമായിട്ടാണ് കാര്യങ്ങളൊക്കെ ചോദിച്ച് മനസ്സിലാക്കി. അപ്പോൾ അവർ നമ്മളെ ഭക്ഷണം കഴിക്കാനൊക്കെ വിളിച്ചു കേട്ടോ. നല്ല മനുഷ്യർ. അപ്പോഴും നമ്മളെന്തായാലും കഴിച്ചിട്ടാണ് ഇങ്ങോട്ട് വന്നത്. ഇല്ലെങ്കിൽ അവരുടെ കൂടെ പോയി ഇവിടുത്തെ ഒരു ആഹാര രീതി എങ്ങനെയാണെന്നൊക്കെ ഒന്ന് കാണാമായിരുന്നു. ഒരുപാട് വലയുണ്ട്. നെത്തോലി വലയാണെന്നാണ് പറഞ്ഞത് കേട്ടോ. നെത്തോലി വലയും അല്ലാത്ത വലയൊക്കെ ഉണ്ട്. ഇപ്പോൾ അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത് നെത്തോലി വലയാണ്. ഒരുപാട് വള്ളങ്ങളൊക്കെ ഇവിടെ കമഴ്ത്തി വെച്ചിരിക്കുന്നത് കേട്ടോ. ഇവിടെയെല്ലാം ഈ മത്സ്യബന്ധനവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഷെഡുകളാണ്. ഇവർക്ക് ഈ വലയൊക്കെ സൂക്ഷിക്കാനും അങ്ങനെ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള സാധനങ്ങളൊക്കെ സൂക്ഷിക്കാനുള്ള സ്ഥലങ്ങൾ, പിന്നെ ആഹാരമൊക്കെ വെച്ച് കഴിക്കാനുള്ള സ്ഥലങ്ങൾ. അവരുടെ താമസം എവിടെയാണെന്ന് എനിക്കറിയില്ല. എന്തായാലും കുറേ തൊഴിലാളികൾ അവിടെ ഉണ്ടായിരുന്നു. വലയൊക്കെ നെയ്തുകൊണ്ടിരിക്കുന്ന കാഴ്ച നമ്മൾ കണ്ടു. ഉണ്ണിക്ക് ഇവിടെ നിന്ന് സ്രാവിനെ പിടിക്കുന്ന ഒരു ചൂണ്ട കിട്ടി. ഞാൻ ചുമ്മാ പറഞ്ഞ കേട്ടോ, ഏത് മീനിനെയാണ് പിടിക്കണമെന്ന് അറിയത്തില്ല. പഴയത്. ഇനി നമ്മൾ ചിലക്കൂർ ആലിയിറക്കം ബീച്ചിൽ നിന്നും ഈ കാണുന്ന കുന്നിൻ മുകളിലേക്ക് പോവുകയാണ്. നമ്മള് ആലിയിറക്കത്തിന്റെ മുകൾ വശത്ത് ഒരു സ്ഥലത്ത് വന്നിരിക്കുകയാണ്. ഒരു ചെറിയൊരു വഴി കണ്ട് അതുവഴി പോവുകയാണ്. നടന്നു നിന്ന് എവിടെ ചാടുമെന്ന് അറിയാൻ വയ്യ. എന്തായാലും പോയി നോക്കാം. നല്ല ഒരു കുഴിയൊക്കെ കാണുന്നു കേട്ടോ. അയ്യോ ഇതുവരെ ഉള്ളു കേട്ടോ, അങ്ങോട്ട് പോകാൻ പറ്റില്ല. ഇവിടെ സ്റ്റെപ്പ് ഉണ്ടോ? ഇവിടെ സ്റ്റെപ്പൊക്കെ ഉണ്ട് കേട്ടോ. ഒരു മത്സ്യകന്യയൊക്കെ അതോടെ വീണ് കിടക്കണം. അയ്യോ അപ്പൊ ഇതാണ് നമ്മൾ അവിടെ നോക്കിയപ്പോഴത്തേക്ക് കണ്ടത്. ആലിയിറക്കത്തുനിന്ന് നോക്കിയപ്പോഴത്തേക്ക് കണ്ടത്. അതുവഴി ഇനി കയറായിരുന്നു. നമ്മളെ വണ്ടി അവിടെ ഇരുന്നോണ്ടാണ് നമ്മൾ കയറായിരുന്നു. ഗ്രീൻ പെപ്പർ റെസ്റ്റോറന്റ്. അപ്പൊ ഇതിനകത്തേക്ക് നമ്മളൊന്ന് കയറുകയാണ്. ഞാനൊരു 3 വർഷം മുമ്പ് ഇവിടെ വന്നിട്ട് ഫുഡൊക്കെ കഴിച്ചിട്ട് പോയിട്ടുണ്ട്. പക്ഷെ ഇപ്പോഴും വന്നപ്പോഴത്തേക്കും ഇതാണ് അവസ്ഥ. അപ്പം ഇതിന്റെ കാര്യം പ്രധാനമായിട്ടും ഇറാനും അമേരിക്കയും തമ്മിലുള്ള വാർ വന്നല്ലോ. അപ്പോൾ ആ സമയത്ത് ഗ്യാസിനൊക്കെ ലഭ്യത കുറവുണ്ടായെന്ന് എല്ലാവർക്കും അറിയാമല്ലോ. അപ്പോഴത്തേക്കും ഗ്യാസ് കിട്ടാതെ വന്നപ്പോഴത്തേക്കും ഇവർക്ക് ഇത് പ്രവർത്തിപ്പിക്കാൻ പറ്റാത്തൊരു അവസ്ഥയിലേക്ക് വന്നു. അപ്പം ഡെയിലി ശമ്പളത്തിനാണ് ഇവിടെ സ്റ്റാഫൊക്കെ നിന്നത്. അപ്പോൾ അവരെയൊക്കെ പറഞ്ഞു വിട്ടിട്ട് ഒരു തൽക്കാലത്തേക്ക് ഇത് പൂട്ടി. ഇനിയിപ്പം ഇത് സീസണിൽ അവർ ഓപ്പൺ ചെയ്യും കേട്ടോ. അടിപൊളി വ്യൂ ആണ് ഇവിടെ നിന്ന്, കണ്ടില്ലേ? അപ്പോൾ നമ്മൾ നേരത്തെ താഴെ പോയി എന്ന് കണ്ട ആലിയിറക്കം ബീച്ചിൻ്റെ അവിടെ നിന്ന് കാണുന്ന റെസ്റ്റോറൻറ്റുകളിൽ ഒന്നാണ് ഇത്. അപ്പം ഞാൻ 3 വർഷം മുമ്പ് ഇവിടെ വന്നിട്ടുണ്ട്. അപ്പോഴത്തേക്കും ഇവിടെ അടിപൊളിയായിരുന്നു. ഇപ്പം കുറേ മെയിൻറ്റെയിൻ ചെയ്യാറുണ്ട്. ഇവർ ഈ സീസൺ തൊട്ട് ഇവിടെ ഓപ്പൺ ആക്കും. അടിപൊളിയാണ് കേട്ടോ. അപ്പോഴത്തേക്കും എല്ലാവരും ഇങ്ങോട്ട് വരണം. ഇവിടെ വന്നു കഴിഞ്ഞാൽ ഒരു ഒതുങ്ങിയ ഒരു സ്ഥലമാണ്, മറ്റു ശല്യങ്ങളൊന്നുമില്ല. അടിപൊളിയായിട്ട് എൻജോയ് ചെയ്തുകൊണ്ട് പോവാം കേട്ടോ. അടിപൊളിയാണ്. അവർ ഡെക്കറേറ്റ് ചെയ്തിരിക്കുന്നതൊക്കെ നല്ല സൂപ്പറാണ്. എല്ലാം നാച്ചുറലായിട്ടുള്ള സാധനങ്ങൾ വെച്ചിട്ടാണ് ഇത് ഡെക്കറേറ്റ് ചെയ്തിരിക്കുന്നത്. ഇല്ലേ, നല്ല ചിത്രങ്ങളൊക്കെ ഇവിടെ വരച്ച് വെച്ചിട്ടുണ്ട്.
കണ്ടോ, അടിപൊളി ചിത്രങ്ങളൊക്കെ ഇവിടെ വരച്ചു വെച്ചിട്ടുണ്ട്. നല്ല സൂപ്പറായിട്ടാണ് അവരിത് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇവിടെ വന്ന് ആഹാരമൊക്കെ കഴിച്ച് നല്ല കോഫിയൊക്കെ കഴിച്ച് നല്ല ഈ വ്യൂ ഒക്കെ കണ്ട് ആസ്വദിച്ചിട്ട് ഇവിടെ നിന്ന് മടങ്ങാം. എന്തായാലും അടിപൊളിയാണ്. ഇതൊക്കെ എല്ലാം തെങ്ങ് കൊണ്ടാണ് ചെയ്തിരിക്കുന്നത്. അവർ തെങ്ങ് വെച്ചിട്ടാണ് ചെയ്തിരിക്കുന്നത്. അതിൽ നല്ല രീതിയിൽ പെയിന്റ് ചെയ്ത് വള്ളിച്ചെടികളൊക്കെ പടർന്ന് കിടക്കുന്ന, പൂത്ത് കിടക്കുന്ന രീതിയിലൊക്കെയാണ് അവർ ചെയ്ത് വെച്ചിരിക്കുന്നത്. എന്തായാലും കാണാൻ നല്ല ഭംഗിയുണ്ട് കേട്ടോ. അപ്പോൾ എൻ്റെ വീഡിയോ കാണുന്നവർ ഇതൊന്ന് ഓർത്ത് വെച്ചേക്കണേ. ഇത് അധികം ആരും എക്സ്പ്ലോർ ചെയ്യാത്തൊരു സ്ഥലമാണ് ഇത്. അപ്പം അതുകൊണ്ട് അടിപൊളിയായിരിക്കും, നിങ്ങൾ വരണം കേട്ടോ. എല്ലാവരും വന്നിട്ടുള്ള സ്ഥലങ്ങളല്ല ഇത്. അത് അടിപൊളിയാണ്, സൂപ്പറാണ്. ഒരു ശ്രീബുദ്ധൻ്റെ ഒരു പ്രതിമ വെച്ചിരിക്കുന്നത് കേട്ടോ. അടിപൊളി അല്ലേ? ആ ഭാഗത്താണ് ഇവരുടെ കിച്ചനൊക്കെ വരുന്നത്. കണ്ടോ, എല്ലാം അടച്ചിട്ടിരിക്കുകയാണ്. കണ്ടോ, ഇവിടെ എല്ലാ സൗകര്യങ്ങളും ഇവിടെ ഉണ്ട്. അപ്പോൾ ഓക്കെ, അതൊക്കെയാണ് ഇവിടുത്തെ കാഴ്ചകൾ. ഇപ്പോൾ ഇവിടെ കുറച്ച് കാടൊക്കെ പിടിച്ച് കിടക്കുകയാണ്. ആ സമയമാകുമ്പോഴത്തേക്ക് ഇതെല്ലാം വളരെ നീറ്റാക്കും വരും, വൃത്തിയാക്കി. അതേപോലെ തന്നെ മുകളിൽ കണ്ടോ, അവിടെ ഇരുന്ന് നമുക്ക് ഫുഡൊക്കെ കഴിക്കാം, നല്ല വ്യൂ ആസ്വദിക്കാം. രാത്രിയിലെ വൈകുന്നേരമൊക്കെ ആകുമ്പോഴത്തേക്കും നമുക്ക് അതിൻ്റെ മുകളിലോട്ട് കയറാം. അതൊക്കെ നല്ല സൂപ്പറാണ്. ആണെങ്കിൽ ഒന്ന് ഞാൻ മുകളിലോട്ട് കയറി ഒന്ന് കാണിച്ചു തരാം. നീ സൂക്ഷിച്ച് കയറണം കേട്ടോ, കുറേ നാളായി ഇതിങ്ങനെ ഇരിക്കുകയാണ്. അടിപൊളി വ്യൂ ആണ്. അപ്പോൾ ഇതിൻ്റെ മുകളിലിരുന്ന് ഫുഡൊക്കെ കഴിക്കാം. അടിപൊളിയായിരിക്കില്ലേ? വൈകുന്നേരം സൂപ്പറായിരിക്കും കേട്ടോ. ആ ഷീറ്റ് കൊണ്ട് മറച്ചിരിക്കുന്നതിൻ്റെ അപ്പുറത്തുമൊക്കെ ഹോട്ടൽസ് ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു. ഇവിടെയൊക്കെ ചെറിയ ചെറിയ ഹട്ടുകൾ പ്രവർത്തിച്ചിരുന്ന സ്ഥലമാണ്. അപ്പോൾ ഈ പറഞ്ഞ കണക്ക് ഇതുമായിട്ട് ബന്ധപ്പെട്ടതാണോ എന്ന് എനിക്കറിയില്ല. അത് ഇനി മറ്റാർക്കെങ്കിലും ഉള്ള പ്രോപ്പർട്ടിയൊന്നും അറിയില്ല. എന്തായാലും അവിടെ ഇപ്പോഴും പൊളിഞ്ഞു കിടക്കുകയാണ്. നമ്മൾ ഇതിന്റെ മുകളിൽ ഇറങ്ങണേ. ഇവിടെ ധാരാളം ജമൈക്കൻ ജെറിയുടെ ചെടികളൊക്കെ ഉണ്ട്. ഒരുപാട് കായൊക്കെ പിടിച്ച് പഴുത്ത് നിൽക്കുന്നു. എന്തായാലും നല്ല മധുരമുണ്ട് ഇത് കഴിക്കാനായിട്ട്. കണ്ടില്ലേ, ഇതാണ് ജമൈക്കൻ ജെറി. മറ്റ് ജെറികളെ അപേക്ഷിച്ച് ഇതിന് നല്ല മധുരമുണ്ട് കേട്ടോ. കൊള്ളാം, ഒരുപാടുണ്ട് ഇവിടെ. ഒരുപാട് ഗുണങ്ങളുള്ളതാണ് ഈ ചെടി. ഇതിനെപ്പറ്റി പലർക്കും അറിയില്ല. ഒരുപാട് സ്ഥലത്ത് ഇങ്ങനെ കാട് പോലെ പിടിച്ച് കിടക്കുന്നത് കണ്ടിട്ടുണ്ട്. നല്ലൊരു ഫ്രൂട്ടാണിത്. ഞങ്ങളപ്പോൾ ഈ ഗ്രീൻ പെപ്പർ റെസ്റ്റോറൻറ്റിൻ്റെ ഭാഗത്തു നിന്നും ഇറങ്ങുകയാണ്. അപ്പം പേരോർത്ത് വയ്ക്കുക, സീസണിൽ വരിക. നല്ലൊരു ഹിഡൻ സ്പോട്ടാണ്. എന്തായാലും നമ്മൾ വർക്കല വന്നു, അപ്പോൾ പാവനാശം കൂടി ഒന്ന് കണ്ടിട്ട് പോവാം. അപ്പോൾ ഈ കാണുന്ന തിട്ടകളെല്ലാം ഇവിടെ ഈ ബലിതർപ്പണത്തിന് വരുന്ന ആൾക്കാരില്ലേ, അപ്പോൾ ഓരോരുത്തരും ഓരോരോ സ്ഥലങ്ങൾ ഇങ്ങനെ പിടിച്ചിട്ടിരിക്കുകയാണ്. അപ്പോൾ അവിടെ ഇരുന്നിട്ടാണ് അവർ ഈ പുറത്തുനിന്ന് അസ്ഥി ഒഴുക്കാനായിട്ട് ഇവിടെ വരുന്ന ആൾക്കാരില്ലേ, അപ്പോൾ അവർ ഇവിടെ ഇരുത്തിയിട്ടാണ് ഇതിൻ്റെ ബലി കർമ്മങ്ങളൊക്കെ ചെയ്യുന്നത്. കർക്കിടക വാവ് ബലിക്ക് ഇവിടെ ധാരാളം ആൾക്കാർ വരുമല്ലോ. അപ്പോൾ ഇവിടെ എല്ലാം അത്തരം കർമ്മങ്ങൾ ചെയ്യുന്ന ഒരുപാട് ആൾക്കാർ നമുക്ക് കാണാൻ പറ്റും. ഇപ്പം അത് ചെയ്യുന്ന ആരെയും ഇവിടെ കാണുന്നില്ല. പിന്നെ അതേപോലെ തന്നെ അതിൻ്റെ അപ്പുറത്ത് ക്ഷേത്രവുമായിട്ട് ബന്ധപ്പെട്ട അവർ ഈ ബലിതർപ്പണം നടത്തി കൊടുക്കുന്ന സ്ഥലമാണ് ആ കാണുന്ന കെട്ടിടം. കണ്ടോ, അപ്പോൾ രാവിലെ ഉള്ളൂ, വെളുപ്പിനെ തൊട്ട് 10-11 മണി വരെ അതിനകത്ത് ഇരുന്ന് നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ, ആ കെട്ടിടത്തിനകത്ത്. കാക്കകൾ പലയിടത്തും കൂട്ടം കൂടിയിരിക്കുന്ന കാഴ്ച നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷേ ഇത് ഇവിടെ ഇരിക്കുമ്പോഴത്തേക്കൊരു പ്രത്യേക ഭംഗി. ഉണ്ണി ചൂട് കപ്പലിൻ്റെയൊക്കെ വാങ്ങി വരികയാണ് കേട്ടോ. അപ്പോൾ ഇവിടെ നിന്ന് നോർത്ത് ഇന്ത്യയിൽ നിന്ന് ഒരുപാട് ടൂറിസ്റ്റുകൾ ഇവിടെ എത്തിയിട്ടുണ്ട്. നമ്മളെപ്പോലെ തന്നെ
അവരുടെ കൂട്ടത്തിൽ ഒരു വ്ളോഗറുണ്ട്. വൈകുന്നേരം ആയപ്പോഴത്തേക്കും പ്രാദേശിക ടൂറിസ്റ്റുകളും ഒരുപാട് പേര് എത്തിയിട്ടുണ്ട്. ഞങ്ങൾ അല്പസമയമൊക്കെ അവിടെ ഇരുന്നു. ഇനിയിപ്പം തിരിച്ചു പോവുകയാണ്. ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക്, ഷെയർ, കമൻറ്റൊക്കെ ചെയ്യണേ. അപ്പം പുതിയൊരു വീഡിയോയുമായി ഉടൻ എത്തുന്നതായിരിക്കും. അതുവരേക്കും എല്ലാവർക്കും നന്മകൾ നേരുന്നു. ബൈ ബൈ.